ഹലോ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പുതിയ വീഡിയോ അല്ലെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ജോസൂട്ടൻ ഇതിൽ കുഞ്ഞിതല്ലേ. ഇത് ഞാൻ ഒരു വർഷം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. പല കാരണങ്ങൾ കൊണ്ട് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതിങ്ങനെ ഡ്രാഫ്റ്റിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും പോസ്റ്റ് ചെയ്തേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തല്ല, ഇത് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചത് ആർക്കെങ്കിലും ഒരു 1% ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആകുമല്ലോ എന്ന് ഓർത്താ കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചത്. ജോസൂട്ടനോട് വർത്താനം പറഞ്ഞിരിക്കുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ചീക്കാട് പപ്പ, റോബിൻ്റെ പപ്പയാണ്. പപ്പ വീണ കാര്യമൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സൗദിയിൽ നിന്ന സമയത്ത് വെക്കേഷന് വന്ന് ഞാൻ തിരിച്ചു പോയായിരുന്നു. അപ്പോൾ ചേട്ടായി വരാൻ കുറച്ചും കൂടെ ദിവസം ഉണ്ടായിരുന്നു. അപ്പം റോബിൻ പോകുന്നതിന് മുമ്പ് അടയ്ക്ക പറിച്ചേക്കാമെന്നൊക്കെ ഓർത്ത് പപ്പ റോബിനെയും അമ്മച്ചിനെയും ചാച്ചിനെയൊക്കെ കൂട്ടി അടയ്ക്ക പറിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എന്തോ സ്ലിപ്പായി പോയതാണോ, എന്താ സംഭവിച്ചതെന്ന് ഇപ്പോഴും പപ്പയ്ക്കും അറിയത്തില്ല, കണ്ടോണ്ട് നിന്ന ചേട്ടായിക്കും മനസ്സിലായിട്ടില്ല എന്താ സംഭവിച്ചത്. സെക്കൻഡുകൾക്കുള്ളിലാണ് എല്ലാം സംഭവിച്ചു കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് പപ്പായ്ക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റി. ഇത് പപ്പയുടെ സ്കൂട്ടിയാണ് കേട്ടോ, പഴയ സ്കൂട്ടിയായിരുന്നു. പഴയെന്ന് പറഞ്ഞാൽ പപ്പ ഒരു വർഷം ആയതേ ഉണ്ടായിരുന്നുള്ളൂ എടുത്തിട്ട്. അതിന് മുമ്പ് വേറെ സ്കൂട്ടിയായിരുന്നു. അപ്പോൾ ആ സ്കൂട്ടി നമ്മളൊന്ന് മോഡിഫൈ ചെയ്തു, 3 ചക്രമൊക്കെ പിടിപ്പിച്ചു. ഇത് തളിപ്പറമ്പ് എവിടുന്നോ ആണ് ഇത് ചെയ്തെടുത്തത്. ഏകദേശം 30,000 രൂപയായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ സ്കൂട്ടിയൊക്കെ കൊണ്ടുവന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ചേട്ടായും മാത്തിച്ചേട്ടനും ഒക്കെ പപ്പാനെ ട്രെയിൻ ചെയ്തെടുപ്പിച്ചു. പിന്നെ പഠിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ, പപ്പയ്ക്ക് നേരത്തെ സ്കൂട്ടി ഓടിക്കാൻ അറിയാമായിരുന്നല്ലോ. പിന്നെ പപ്പയ്ക്ക് ഇരിക്കത്തക്ക വിധത്തിലുള്ള സീറ്റും അങ്ങനെ സൗകര്യങ്ങളോട് കൂടിയാണ് കേട്ടോ ഇത് മോഡിഫൈ ചെയ്തെടുത്തേക്കുന്നത്. പുറത്ത് പോയിട്ട് വന്നുള്ള പപ്പയുടെ സന്തോഷം കണ്ടില്ലേ. ഒത്തിരി നാൾ കൂടി പുറത്തിറങ്ങിയതിൻ്റെ ഒരു സന്തോഷമായിരുന്നു അത്. പിന്നെ ഞാനും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു, പപ്പാനെ ആരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, പപ്പ നടക്കാൻ തുടങ്ങിയോ, അങ്ങനെയൊക്കെ അറിയാവുന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനങ്ങനെ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് പോരുവാന്ന് പറഞ്ഞതേ ഉള്ളൂ നേരിട്ട് ചോദിച്ചവരോടൊക്കെ. പിന്നെ എനിക്ക് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പായിട്ട്, അതായത് ഞാൻ പപ്പയ്ക്കൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെയെങ്കിലും പോകുമെന്ന് അറിയാം, കാരണം നമുക്ക് നല്ല ജോലിയൊക്കെ ചെയ്യണം. നാട്ടിൽ നിന്ന് അത്ര സാലറി ഒന്നും കിട്ടില്ല, നമ്മൾക്ക് പൈസ എന്തായാലും വേണം മുന്നോട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം. അപ്പോൾ എന്തായാലും ഞാൻ ജോലിക്ക് പോകും എന്നുള്ളത് അറിയായിരുന്നു. പക്ഷേ നമ്മളെ പപ്പയോട് ഞാൻ പറഞ്ഞത്, പപ്പ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയ ശേഷം, അതുപോലെ തന്നെ സ്കൂട്ടിയൊക്കെ എടുത്ത് പുറത്തൊക്കെ ഇറങ്ങി പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി, ടൗണിലൊക്കെ പോയി വരാൻ തുടങ്ങി, പപ്പ പെർഫെക്റ്റായി എന്ന് തോന്നുമ്പോൾ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ എന്ന് പപ്പയ്ക്ക് ഞാനൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചേട്ടായിയോടും പറയായിരുന്നു, എത്രയും വേഗം പപ്പാനെ നമുക്ക് റെഡിയാക്കി എടുക്കണമെന്ന്. പപ്പ ഈ ഒരു അവസ്ഥയിലെത്താൻ, മീൻസ് ഇത്രയെങ്കിലും ബെറ്ററായി വരാൻ, മീൻസ് അതിൽ ഭൂരിഭാഗവും ഹാർഡ് വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് ചേട്ടായി. അതെനിക്ക് എന്നാ പറഞ്ഞാലും ഒന്നും നോക്കാതെ തന്നെ പറയാൻ പറ്റും. കാരണം അവിടെ കണ്ടവർക്കൊക്കെ അറിയാം ചേട്ടായി എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളത്. നമ്മളിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നോർത്ത് ഒത്തിരി പൈസ കൊടുത്തോ അല്ലെങ്കിൽ ഇങ്ങനെ പറ്റിയതിൻ്റെ എല്ലാം ചിലവെടുത്തിട്ടോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും, അല്ലെങ്കിൽ എങ്ങനെ സൈക്കോളജിക്ക് എങ്ങനെ സപ്പോർട്ട് കൊടുത്ത് ഒരാളെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ്. കാരണം ചേട്ടായി ഇത്രയും നാളും 2 കൊല്ലം പപ്പായുടെ കൂടെ നിന്നു. അല്ലാതെ ചേട്ടായി ഇപ്പോൾ സൗദിയിലേക്ക് തിരിച്ചു വരുമായിരുന്നെങ്കിൽ ചിലപ്പോൾ പപ്പ ഈ ഒരു അവസ്ഥയിൽ എത്തൂല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ചേട്ടായി കൊടുക്കുന്ന പോലെ അത്രയും ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ പപ്പാനെ ഇങ്ങനെ എന്താ സൗമ്യതയോടുകൂടിയൊന്നും അല്ല, ചേട്ടായി കുറച്ച് നന്നായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു പപ്പാനെ ഇങ്ങനെയൊരു ഇതിൽ എത്തിക്കാൻ വേണ്ടി. കാരണം പപ്പായ്ക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടങ്ങളുണ്ടായിരുന്നു. കാരണം ആരായാലും അങ്ങനെയാണ്, നമ്മൾ ഓടി നടന്ന് എല്ലാം ചെയ്ത് പപ്പയാണെങ്കിൽ വീട്ടിലെ പറമ്പിലെ പണിയാണെങ്കിലും പള്ളിയിലെ കാര്യങ്ങളൊക്കെ ആയാലും ഒരുപാട് ഓടി നടക്കുന്ന പപ്പയായിരുന്നു, അങ്ങനെ ഇരിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് വീണിട്ട് എല്ലാത്തിനും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ വല്ലാത്ത വിഷമമാണത്. മാനസിക വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. പിന്നെ അല്ലാത്ത വിഷമങ്ങൾ ഒരുപാട്, ശാരീരിക വേദനകളായാലും ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നമുക്കും എല്ലാവർക്കും വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയും ഈ ഒരു സമയം നമ്മൾക്ക് കടത്തിയെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെ നമ്മൾ മനസ്സിലാക്കി ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കണം, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു നമ്മുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണേലും നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്താണേലും പപ്പായ്ക്കുള്ള സൗകര്യങ്ങളൊക്കെ ആക്കി കൊടുത്തിട്ടായാലും പപ്പ ഇതുവരെ എത്തി. അപ്പം പപ്പ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയ ശേഷം കേട്ടോ ഞാൻ DHA എക്സാമൊക്കെ എഴുതി ഇങ്ങോട്ട് പോകുന്നത്.
പിന്നെ എന്നെയും ചേട്ടായിനെയും കുറ്റപ്പെടുത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്. കുറ്റപ്പെടുത്തിയത് നല്ലതിനാണോ മോശത്തിനാണോ ഒന്നും എനിക്കറിയത്തില്ല. കാരണം നമ്മൾ ഇവിടെ നിന്നതുകൊണ്ട്, കാരണം ചേട്ടായി 2 കൊല്ലമായി അവിടെ നിൽക്കുന്നു. പിന്നെ ഞാൻ സൗദിയിൽ നിന്ന് പിന്നെ ചേട്ടായി ഇവിടെ വന്ന് നിന്നപ്പോഴത്തേന് ജോലി നിർത്തി. ജോലി നിർത്തിയത് എങ്ങനെയും പപ്പാനെ ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയായിരുന്നു. കുറേ പേര് പറഞ്ഞു ഹോം നേഴ്സിനെ നിർത്തിയാൽ പോരായിരുന്നോ, നിങ്ങളെന്തിനാണ് വന്ന് നിന്നത്, നിങ്ങളുടെ നല്ല ജോലി കളഞ്ഞില്ലേ, ഇനി അങ്ങനെ കിട്ടുമോ, അങ്ങനെയൊക്കെ ചോദിച്ച ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷേ എനിക്കറിയത്തില്ല, ഹോം നേഴ്സിനെ കൊണ്ട് നിർത്തിയാൽ നമുക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന പോലെ ആവുമോ എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാൻ സൗദിയിൽ നിന്ന സമയത്ത് അവിടെ ഫ്രണ്ട്സൊക്കെ ആയാലും പറഞ്ഞു, ചേട്ടായിനെ ഒന്ന് റീ എൻട്രി എടുപ്പിച്ചിട്ടാണേലും കൊണ്ടുവന്ന് വിസ നീട്ടിയെടുക്കാൻ നമുക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു ടൈമിൽ ചേട്ടായിയോട് പറഞ്ഞൊന്നുമില്ല, ഇങ്ങോട്ട് കയറി പോരെ, പപ്പാനെ ആരെങ്കിലും ഏൽപ്പിക്കാമെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ചിലവർ ചോദിച്ചു മമ്മിയുടെ കയ്യിൽ മമ്മീനെ ഏൽപ്പിച്ചിട്ട് പോരത്തില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ മമ്മിക്ക് തന്നെയൊന്നും ഇതൊന്നും മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും നടന്നാൽ അതിൻ്റെ ഒരു വിഷമം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ പപ്പാനെ ഇങ്ങനെ അവിടെ നിങ്ങോട്ട് എടുത്തിരുത്തണം കേട്ടോ. അതിനുള്ള സൗകര്യം കൂടെ ലാസ്റ്റ് നമ്മളാക്കി. ചേട്ടായുടെ മുഖം കണ്ടോ, ഭയങ്കര ദേഷ്യപ്പെട്ടായിരിക്കുന്നത്. കാരണം എല്ലാ കാര്യത്തിനും ചേട്ടാ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലേ പപ്പ അത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യുള്ളൂ. ഇല്ല പപ്പയ്ക്ക് വേദനയാ മടിയാ അങ്ങനെ ഒരു ഇതാണ്, ഒരു സാധുവിനെ പോലെ ഇരിക്കും. അപ്പോൾ ചേട്ടായി അത്രയും ഒരു ഇതെടുത്താൽ മാത്രമേ ഇതൊക്കെ ചെയ്യുള്ളൂ എന്ന് ചേട്ടായിക്കും അറിയാം. ഇഷ്ടം കൊണ്ടാണ് ചേട്ടായി പറയുന്നതെന്നും ചേട്ടായി പറയും എന്നോട്. പിന്നെ പപ്പ ഇപ്പം ഇത് ആലക്കോട് വരെ പോവുക കേട്ടോ. സ്കൂട്ടി എടുത്ത ശേഷം പപ്പ ഇടയ്ക്കൊക്കെ ഇറങ്ങാതിരുന്ന സമയത്ത് ചേട്ടായി എന്താ പറയുക, അല്ല ഇത് പള്ളിയിൽ പോകുന്നത് കേട്ടോ. പള്ളിയിൽ അന്ന് വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോയതായിരുന്നു. എല്ലാ ദിവസവും പപ്പ സ്കൂട്ടി എടുത്ത ശേഷം രാവിലത്തെ കുർബാനയ്ക്ക് പോകും കേട്ടോ. ആ പള്ളിയിൽ പോകുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് എവിടെയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പള്ളിയിൽ പോയാൽ പപ്പയ്ക്ക് പള്ളിയിലോട്ട് കയറി ഇരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പള്ളിയിലെ അച്ഛനാണെങ്കിൽ പുറകിൽ ഒരു പോർച്ച് പോലെയുണ്ട്. അപ്പോൾ അവിടെ സ്ലോപ്പ് ഇട്ടിട്ട് പപ്പയ്ക്ക് സ്കൂട്ടി കയറ്റി ഇടാനുള്ള സൗകര്യമുണ്ട്. അപ്പം പപ്പ സ്കൂട്ടിയെ കയറിയിരുന്ന് കുർബാനയൊക്കെ കണ്ട് കുർബാനയൊക്കെ സ്വീകരിച്ച് പപ്പ വരും. പപ്പ പള്ളിയിലെ ശുശ്രൂഷകനും കൂടെയായിരുന്നു, എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോകുന്ന പപ്പയായിരുന്നു. അതുകൊണ്ട് കുർബാനയൊക്കെ കൂടാത്തിൽ പപ്പയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. എങ്കിലും പള്ളിയിലൊക്കെ ഇപ്പം ഇങ്ങനെ സ്കൂട്ടിയൊക്കെ ആക്കിയ ശേഷം പോകുന്നുണ്ട്. ഇപ്പം മഴയാണല്ലോ നാട്ടിൽ, അതുകൊണ്ട് പപ്പ ഇപ്പോൾ പോകുന്നില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മഴയായതുകൊണ്ട് പുറത്തിറങ്ങൽ ഇപ്പോൾ പപ്പ കുറവാണ്. പപ്പ നടക്കാനൊന്നും തുടങ്ങിയിട്ടില്ല, പക്ഷേ പപ്പയുടെ കാര്യങ്ങളൊക്കെ പപ്പ ചെയ്യും കേട്ടോ. അങ്ങനെ സുഖമായിട്ട് പോകുന്നു. പിന്നെ നമ്മളിങ്ങനെ കമ്പിയും പിടിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പയ്ക്ക് തന്നെ നീങ്ങാലോ. പപ്പായ്ക്ക് ഒരു കൈ വിടാൻ ഭയങ്കര പേടി, ഇപ്പോഴും ആ പേടിയുണ്ട്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, 2 കൈ കൊണ്ടും കാല് പിടിച്ച് കയറ്റ് എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ പപ്പയുടെ ഇഷ്ടത്തിന് പപ്പയ്ക്കൊരു ധൈര്യമുള്ള പോലെ പപ്പ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഇതൊക്കെ അവസ്ഥ കാണുമ്പോൾ സങ്കടമുണ്ട്, പക്ഷേ നമുക്കൊക്കെ ഇത്രയല്ലേ വന്നിട്ടുള്ളൂ എന്നോർത്ത് നമുക്ക് സമാധാനിക്കാം. പിന്നെ ദൈവത്തിൻ്റെ ഒരു അത്ഭുത ഇതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പപ്പ എപ്പോഴെങ്കിലും ഒരു ദിവസം നടക്കുമെന്നുള്ള പ്രതീക്ഷയിലും ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമുക്കിങ്ങനെയുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള രോഗികളായാലും സ്ട്രോക്ക് വന്നവരായാലും കിടപ്പ് രോഗികളായാലും നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് അത് ഇവരുടെ ചേഞ്ചസിന് ഒത്തിരി കാരണമാവും കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയും മടി പിടിച്ച് അങ്ങനെ ആ റൂമിനുള്ളിൽ കിടന്ന് പല ചിന്താഗതിയും പല ഇതും കൊണ്ടൊക്കെ ഇരിക്കും, പല ഡിപ്രഷനും അങ്ങനെയൊക്കെ രീതിയിലേക്ക് പോകും. അതുകൊണ്ട് നമ്മളെപ്പോലെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നല്ല സപ്പോർട്ട് കൊടുക്കുക. അങ്ങനെ കേട്ടോ നമ്മുടെ പപ്പ ഒരു പരിധി വരെ ഇതൊക്കെ അതിജീവിച്ച് വന്നതെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഇത് പപ്പ ആദ്യമായിട്ട് ആലക്കോട് പോകുന്നത് കേട്ടോ. തൊട്ട് പുറകെ ചേട്ടായും ചേട്ടയുടെ കൂട്ടുകാരനും കൂടെ പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദൂരെ ആദ്യമായിട്ട് പോകുന്നത് കേട്ടോ. അത്രയും ദൂരെ പോയി പരിചയം വന്ന ശേഷം ഒരു ദിവസം നമ്മുടെ ചെമ്പേരി വീട്ടിലും പപ്പ പിള്ളേരെയൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു ധൈര്യം കിട്ടിയല്ലോ, അങ്ങനെ പോയാലേ ധൈര്യം കിട്ടുകയുള്ളൂ. പിന്നെ ചേട്ടായും കൂട്ടുകാരനും കൂടെ പുറകെ പോയതുകൊണ്ട് പപ്പയ്ക്ക് ഒരു നല്ല ധൈര്യമായിരുന്നു. പിന്നെ എന്താണ് പറയാനുള്ളത്, പിന്നെ ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഈ രീതിയിലൊക്കെ നമുക്ക് മുന്നോട്ട് വരാമെന്ന് കാണിക്കാൻ വേണ്ടിയും, പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞ ഒരുപാട് പേരുണ്ട്, നിങ്ങൾ ഇത്ര നാളും നാട്ടിൽ നിന്നിട്ട് എന്താ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. പിന്നെ എല്ലാവരും ഒരേപോലെയുള്ള ആൾക്കാരല്ലല്ലോ. നമുക്ക് എന്ത് കിട്ടിയെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ്. പപ്പ ഇത്രയും ഒരു ഇതിലെത്തിയതിലും ഞങ്ങൾ സന്തോഷമാണ്, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ജീവിതം എങ്ങനെയാണ്, എപ്പോഴെന്താ സംഭവിക്കുക എന്നൊന്നും അറിയത്തില്ല.
നമ്മൾ പിന്നെ തരുന്നതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുക, അതിനെയൊക്കെ അതിജീവിക്കുക, പിന്നെ അത്ഭുതങ്ങളെ വിശ്വസിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കാതിരിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ നമ്മുടെ കുറവുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പരിധിയിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ നോക്കുക. അങ്ങനെ ഞാൻ പപ്പായുടെ എപ്പോഴും ഇങ്ങനെ ഉപദേശമൊക്കെ ഏർക്കും കേട്ടോ. അപ്പോൾ പപ്പ ഇങ്ങനെ പറയും, എൻ്റെ നേഴ്സിന് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ, ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ലല്ലോ. ട്രൈ ചെയ്യാൻ പറയുമ്പോൾ പപ്പ ഇങ്ങനെ പറയുന്നതാണ്. തൊട്ട് പിറകെ ചേട്ടായും കൂട്ടുകാരനും പോവാണ്. അപ്പോൾ ഇതാട്ടോ നമ്മൾ ബാത്റൂമിൽ പപ്പയ്ക്ക് ഇങ്ങനെ സൗകര്യമൊക്കെ ആക്കി കൊടുത്തത്. അത് പപ്പയ്ക്ക് വീൽ ചെയർ തന്നെ വന്നിട്ട് അതിലിരിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യത്തിലാണ് ആക്കിയേക്കുന്നത്. ഇപ്പം പപ്പ സുഖമായിട്ട് പോകുന്നു. മമ്മിയുടെ ഒരു ചെറിയ സപ്പോർട്ട് മതി, കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ ചെമ്പേരി വീട്ടിൽ വന്നപ്പം എടുത്ത വീഡിയോ കേട്ടോ. ഇനിമൊക്കെ ഭയങ്കര ഹാപ്പിയായി പപ്പ വന്നപ്പം. എല്ലാ അത്ഭുതത്തോടെ നോക്കുമോ, പപ്പയുടെ മേത്ത് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ, ടേക്ക് കെയർ.